അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് കറി തയ്യാറാക്കുന്ന വീഡിയോ ആണ്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് കറി തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കുക, നല്ല ചെറുതായി മുറിച്ചെടുക്കരുത്. അതുപോലെ തന്നെ ഒരു വലിയ സവാളയും കൂടി മുറിച്ചെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. അത് നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി വേണം. അടുത്തതായി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക് അതെല്ലാം കൂടി തന്നെ ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. കൈ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ മിക്സാക്കി എടുക്കണം. അപ്പോൾ നല്ല ഞെരടി എടുക്കണം. അപ്പോഴേ ഉള്ളൂ സവാളത്തെ വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരുള്ളൂ. നല്ലപോലെ മിക്സാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ ഇതൊരു 10 മിനിറ്റോളം തന്നെ അടച്ച് വെക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴുള്ളൂ നമ്മുടെ കറിക്ക് നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് പലതരം കറികൾ നമ്മൾ തയ്യാറാക്കലുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇനി 10 മിനിറ്റ് നേരം നമുക്കിത് അടച്ച് വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കണം. അപ്പോൾ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1.5 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. 1 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് തന്നെ അടിയിലൊന്നും പിടിക്കില്ല. അപ്പോൾ അതാ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ വെളിച്ചെണ്ണ തേങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 1.25 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്, അതായത് വലിയ ജീരകം. അത് നമുക്ക് 1.25 ടീസ്പൂണിന് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പെരിഞ്ജീരകമാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. ഇനി പെരിഞ്ജീരകം തേങ്ങയും നല്ലപോലെ മൂത്ത് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ ആയിട്ടുണ്ട്, ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.25 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കരുത്. പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോകുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ പൊടികളൊക്കെ ചേർത്തിട്ട് വറുത്തെടുക്കുമ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞിട്ട് നമ്മുടെ കറിക്ക് ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. ഇപ്പം നമ്മൾ ഇതിലേക്ക് ഇട്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയാണ്. അപ്പോൾ ഈ ഒരു 3 പൊടികൾ മാത്രം മതി. വേറെ ചിക്കൻ മസാല, ഗരം മസാല അങ്ങനത്തെ ഒന്നും ഈ ഒരു കറിക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. മെയിനായിട്ട് നമ്മൾ വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലേവറാണ് ഈ ഒരു കറിക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത്ര മതി. ഇപ്പം നമ്മളിനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ ആ പാനിൽ ഇരുന്നിട്ട് നമ്മുടെ തേങ്ങ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു കറി വെക്കുമ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് മുന്നേ നമ്മൾ ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നല്ലപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ സവാളയുടെ ആ ഒരു വെള്ളവും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടി ഉണ്ടല്ലോ, അതിൽ കിടന്നിട്ട് തന്നെ ഇതൊന്ന് കുക്കായി കിട്ടിക്കോളും. ഇത് നമ്മൾ എന്തായാലും ഒരു 2-3 മിനിറ്റോളം അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഉരുളക്കിഴങ്ങിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല, അത് കാരണം അടി പിടിക്കും. നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടി പിടിക്കണ പേടിയൊന്നുമില്ല. ഇപ്പോൾ അത് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ അരച്ചതാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തേങ്ങ നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് കറിക്കനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിയിൽ കൂടുതലായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല തിക്കായിട്ട് ചെയ്തെടുക്കണം.
അപ്പോൾ ഞാനൊരു 1.25 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ ഒഴിച്ചിട്ട് നല്ല തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ സാധാരണ നമ്മൾ ഒരുവിധം കറിയൊക്കെ വെക്കുമ്പോൾ അതിലേക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഈ കറിക്ക് തക്കാളിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് അടച്ച് വെക്കുക. അപ്പോഴാണ് ആ കറിവേപ്പിലേൻ്റെ ഫ്ലേവർ അതിൽ പിടിക്കുള്ളൂ. അപ്പോൾ അത് അടിപൊളിയായിട്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് കറിയാണ്. ഈ ഒരു കറി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായ പത്തിരി, പുട്ട് ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് പല കറികളും തയ്യാറാക്കലുണ്ട്, തേങ്ങ ഒഴിച്ചതും ഒഴിക്കാത്തേക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണിത്. തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.